തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കൗൺസിലർ ലാലി ജെയിംസ്. മേയർ സ്ഥാനത്ത് നിന്ന് തന്നെ തടഞ്ഞതിൽ പൊട്ടിത്തെറിച്ചാണ് ലാലി ജെയിംസിന്റെ പ്രതികരണം. ലാലി ജെയിംസിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തേക്കും. വിവാദങ്ങൾക്കിടെ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായും എ പ്രസാദ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. ആദ്യഘട്ടത്തിൽ തന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നെങ്കിലും അവസാന ദിവസങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടെന്നാണ് ലാലി ജെയിംസിന്റെ ആക്ഷേപം. പണം വാങ്ങി മേയർ പദം വിറ്റെന്ന നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം. വിശ്വസിക്കാവുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും എന്നെ വിളിച്ചറിയിച്ചതാണ് പൈസയുടെ ഇടപാട് നടക്കുന്നു, ആർക്കൊക്കെ കൊടുക്കണ്ടേ, എവിടേക്കാണ് കൊടുക്കണ്ടേ എന്നുള്ളത് ഭർത്താവ് തന്നെ പല ആളുകളോടും ചോദിക്കുന്നു എന്നുള്ള വാർത്ത അപ്പം എന്നെ അറിയിച്ചിരുന്നു ആളുകൾ. ചില കേന്ദ്രങ്ങളിൽ അവർ പോയിട്ട് ചോദിക്കുകയാണ് ആർക്കാണ്, എത്ര പേർക്ക് കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കണക്കെടുപ്പ് നടത്തിയ വ്യക്തികൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയാണ്, ഞങ്ങളോടാണ് ചോദിച്ചത് ആർക്കൊക്കെ കൊടുക്കണ്ടേ എന്നുള്ളതെന്നൊക്കെ പറയുന്നു. 4 തവണ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ ചതിച്ചെന്നും ഇനി ഒരു പദവിയിലേക്കുമില്ലെന്നും ലാലി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ദീപാദാസ് മുൻഷിക്കും കഷ്ടപ്പെട്ടവരെക്കുറിച്ച് അറിയില്ലെന്നും ലാലി ജെയിംസിന്റെ വിമർശനം. ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയുമെന്നാണ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ പ്രതികരണം. ഈ വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു 27 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും പാർട്ടി പറഞ്ഞോളൂ, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ലാലി ജെയിംസിനെതിരെ നടപടിക്ക് DCC നേതൃത്വം ആലോചിക്കുന്നുവെന്നാണ് വിവരം. ആർക്കാ ഒരു പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? മേയറിന് കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേനും മേടിച്ചൂടെ? അപ്പം അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. ഇതിനിടെ വിപ്പ് കൈപ്പറ്റിയെങ്കിലും മേയർ തെരഞ്ഞെടുപ്പിൽ ലാലി ജെയിംസ് വോട്ട് ചെയ്തു. അതേസമയം പണം വാങ്ങി മേയർ പദവി നൽകിയെന്ന ലാലി ജെയിംസിന്റെ ആരോപണത്തിൽ പൊതുപ്രവർത്തകനായ വിമൽ KK വിജിലൻസിന് പരാതി നൽകി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.